നിങ്ങൾ എന്തൊക്കെ പറയുന്നത്? അതാ എനിക്ക് ഇതുവരെ അത് ആരാന്ന് മനസ്സിലായിട്ടില്ല. ആളിനെ ഒന്ന് പിടിച്ച് എനിക്ക് ഞാൻ വിളിക്കാനും നോക്കട്ടെ. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്ത് ഓർമ്മയുണ്ട് ഒരു വട്ടം. ഞാൻ സിറ്റിയിലുള്ള എല്ലാരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു വട്ടം മിസ്സായെന്ന് പറഞ്ഞ പപ്പേട്ടൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എന്നെ ട്രക്കിനെ അവിടെ വെച്ച് കൊണ്ടുപോയി രക്ഷിച്ചോണ്ട് വന്നില്ലായിരുന്നോ? ആ EMS കയറിയ മച്ചാൻ കഥ പറഞ്ഞിരിക്കുക ഇവിടെ ഒരു ഇതിനെയൊക്കെ പൊക്കിട്ട് എന്താ കിട്ടാനാടാ. എന്തൊരു വൈബായിരുന്നല്ലേ വന്ന് കേറിയപ്പോഴേ സുഖം കൊണ്ടിരിക്കാൻ വയ്യ എനിക്ക്. പിന്നെ താങ്ക് യു. പിന്നെ എനിക്ക് കാട്ടുപള്ളി പപ്പനെ അന്ന് ഓർമ്മയില്ല. പിന്നെ അമ്മക്ക് അറിയാത്ത കാട്ടുപള്ളി പപ്പനാ. എക്സ്പ്ലെയിൻ ചെയ്തത് എന്തൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാ പറയാ. അന്ന് നമ്മള് ഹോസ്പിറ്റലിൽ വെച്ചല്ലേ കണ്ടോ നിങ്ങളെ? അത് തന്നെ എണ്ണ അടിക്കാൻ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴി സാവേജിന് ഓർമ്മയില്ലേ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എണ്ണ അടിക്കാൻ വന്നപ്പം ഹോസ്പിറ്റലിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് എണ്ണ അടിക്കാൻ നേരത്ത് കാട്ടുപള്ളി പപ്പനെ നമ്മൾ കണ്ട്. നിങ്ങള് പോ മനുഷ്യ, ഞാൻ പോട്ടെ. അല്ല അതല്ലേ അത് എനിക്കറിയത്തില്ല കാട്ടുപള്ളി എന്താ കാട്ടുപള്ളി ഇതൊക്കെ. സാവേജ് വന്നേ നമുക്ക് നമ്മുടെ ജോസൂട്ടിനെയൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് വരാം. വന്നേ ഇങ്ങോട്ട് എന്റെ പയ്യൻ. എന്താ നീ എന്താടാ വിചാരിച്ച അളിയാ? സാവേജ് വണ്ടി എടുക്കും. സാവേജ് 2026 സാവേജ് 2026 ഞാൻ നന്നായെന്ന് പറഞ്ഞ നന്നായി. നീ എന്റെ ലൈവിന്റെ ടൈറ്റിൽ നോക്കിയെന്ന്. ആ നോക്ക് പോകുന്നു. ആ ഈ ടൈറ്റിൽ വിട്ടിട്ട് ഞാൻ അവരാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടടാ. അല്ല അത് നിന്റേത്. ഗ്യാങ് വണ്ടി ഇട്. എനിക്ക് എന്റെ ജോസൂട്ടിനെ ഒന്ന് കണ്ടിട്ട് കേട്ടെ. പിന്നല്ലാതെ സംസാരിച്ച് ലോകത്ത് എത്രയോ പ്രശ്നങ്ങളുണ്ട്. സംസാരിച്ചാ തീരാത്ത ഒരു പ്രശ്നമുണ്ടോ? സാവേജ് വന്ന വണ്ടി കയറാ. കത്തലുണ്ടെങ്കിൽ എന്ത്? കത്തിക്കാനൊന്നുമല്ലല്ലോ നമ്മള് അവന്മാരെ. സംസാരിക്കല്ലേ പോന്നെ. നിങ്ങളുടെയൊക്കെ മൈൻഡ് സെറ്റ് ആണ് പ്രശ്നം. ഞാൻ സംസാരിച്ചാൽ വള്ളിയാവും. അതാണ് നിങ്ങളുടെ പ്രശ്നം. അത് ഈ വർഷത്തോടെ മാറ്റുവാണ് ഞാൻ. ഈ വർഷത്തോടെ അതങ്ങ് മാറ്റി. എവിടെ കാണും ഈ ജോസൂട്ടി എന്ന് പറയുന്ന പയ്യൻ? അയ്യോ ജോമു, അയ്യോ ജോമു അയ്യോ. ആ ടീച്ചി ജോമു അയ്യോ അയ്യോ ഇടിച്ച് ജോമു ജോമു. ഹലോ TG. ഹലോ ബ്രദർ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള കോ-ലീഡർ ജോസൂട്ടി ഉണ്ടോ? ഒന്ന് കാണാനായിരുന്നു. ചായൻ ഇത് കണ്ടോ അളിയ? ഇച്ചായൻ നീ സാവേജ് ഇച്ചായൻ കൊമ്പാച്ചൻ. അതുപോലെ എനിക്കൊരു പേര് പറഞ്ഞു സാവേജ് ഇന്ന് അത് ബാലച്ചൻ വിളിച്ചത്. ബാലച്ചൻ കേട്ടോ? എന്താ ജോമു അളിയ? എനിക്ക് 0. ഹലോ ആരുടെ? എന്റെ ആണോ? എന്റെ ബാലൻ. ഹലോ ബ്രോഡ പുണ്യാളൻ അഗർബത്തി. ഹലോ ആ ഇച്ചായൻ. ഹലോ ഇച്ചായനല്ലേ? ഇച്ചായ ഒന്ന് സംസാരിച്ചാലോ? ഇച്ചായ ഒരു കാര്യം പറയാനുണ്ടായിരുന്നേ. ഇച്ചിരി വരൂ. എന്താണ് സുഹൃത്ത് ഇങ്ങനെ ഇടിക്കല്ലേ? ഇച്ചായ വാ. ഇത് എല്ലാരും വേണ്ട, നമ്മക്ക് രണ്ടുപേർക്ക് സംസാരിക്കാന്ന്. പറ. ഇച്ചായ വാ.
ഇച്ചായ സംഭവം എന്ന് വെച്ചാൽ എന്തോ വള്ളി നിങ്ങളുമായിട്ട് ഇങ്ങനെ ആയെന്നിങ്ങനെ ഒരു കേട്ട് അല്ല എന്തെങ്കിലും അങ്ങനെ എന്തേലും പ്രശ്നങ്ങളോ എന്തേലും അല്ല എന്തോ ചെറുതായിട്ട് എന്തോ ഡ്രസ് ഷോപ്പിൽ വെച്ചോ അങ്ങനെ എന്തെങ്കിലും ഡ്രസ് ഷോപ്പിൽ എന്തോ പറഞ്ഞിട്ട് പോയി ഒന്നും കേട്ടില്ലായിരുന്നു അതാണ് ഇപ്പൊ നമ്മുടെ എല്ലാരും ഇങ്ങനെ പറയുന്ന കേട്ടെ ഇങ്ങനെ എന്തോ അതാണ് എന്തേലും ഉണ്ടെങ്കിൽ നമുക്ക് 2026 ഞാനൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ നന്നാവാൻ വേണ്ടി ഇരിക്കും എന്തേലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് തീർക്കാവുന്ന കാലമല്ലേ ചായ സിറ്റുവേഷൻ ആയിട്ടൊന്നും ആയിട്ടില്ലല്ലോ ഇനി അല്ല ആയില്ലെങ്കിലും ആവുമല്ലോ അതിനു മുമ്പേ നമ്മൾ സംസാരിക്കണ്ടേ സംസാരിച്ചില്ലേ പിന്നെ പിറ്റിംഗ് ആയി പിന്നെ അടിയായി പിന്നെ വാറിലോട്ട് പോയി പ്രീ വാർ ഇൻഷ്യലി പ്രീ വാർ എനക്കേട് സത്യം അല്ലേ പറഞ്ഞത് സത്യമല്ലേ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ പോലും ഇവന്മാര് പറഞ്ഞു ബാലാ പൂവരുതേ വള്ളിയാവുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളു നമ്മളിടയില് അല്ലേ അത്ര ഉള്ളു ഓപ്പോസിറ്റ് ഇരിക്കുന്നതിന്റെ മനസ്സറിഞ്ഞാ പോരെ ഇച്ചായന്റെ മനസ്സ് നമ്മളറിഞ്ഞില്ലേ എങ്കിൽ ഇച്ചായനൊരു ഇപ്പഴല്ലേ ഇച്ചായന് വിശ്വാസം വന്ന ഹെൽമെറ്റ് കൂരിയുണ്ട് എന്താ ഇത് ജിപ്സി അല്ലേ ഇത് നിക്കറിട്ടേക്കുന്ന അല്ലേ കാണാൻ ജിപ്സി അല്ലേ ഇത് ജിപ്സി കേട്ടോ അയ്യോ ജിപ്സി കേട്ടോ താണ്ട ജിപ്സി പോയി പേര് വിളിച്ചപ്പോഴേ ആള് കത്തിപ്പോയി കേട്ടോ എന്തൊക്കെയല്ലേ ഹലോ കേക്കാം ഹലോ ജയ പറഞ്ഞോ കണ്ണാപ്പി സോറി പറയണോ അല്ല കണ്ണാപ്പി എന്റെ നമ്മളെ ഒരുത്തന്റെ കൈ കെട്ടിയിരുന്നെന്ന് പറഞ്ഞു അപ്പൊ അവൻ വന്ന് പറഞ്ഞ ഇപ്പൊ എന്തോ സോറി ഒക്കെ പറയണം ആര് കണ്ണാപ്പി വന്നിട്ട് സോറി പറയണമെന്ന് പറഞ്ഞ ഓ അതെ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞു കൊടുക്കിച്ച ഒരു മിനിറ്റ് ഓ ഡ്രസ് ഷോപ്പിൽ ഇരിക്കുവായിരുന്നു അപ്പൊ കൈ കയറി തട്ടി ഞാൻ പറഞ്ഞു ബ്രോ അറിയാത്ത കൊണ്ടാണെന്ന് പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു എന്നാ സോറി പറഞ്ഞുകൂടെയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു സോറി ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കൈതട്ടിയല്ലേ പോട്ട് അത് നമ്മള് വിട്ട് സോറി ഒന്നും പറയണ്ട കഴിഞ്ഞ് സോൾവ് ചെയ്ത് തീർക്കാവുന്നല്ലേ ഉള്ളതൊക്കെ സോൾവ് ചെയ്തു കണ്ണാപ്പിയുടെ ഞാൻ പറഞ്ഞോളാം ഓക്കെ അല്ലേ ഒരു പ്രശ്നമില്ല നമുക്ക് കുഴപ്പമില്ല അല്ല നമുക്ക് നമ്മളൊരു ഇത് വള്ളിയായിട്ടും കൂട്ടിയിട്ടില്ല ഒന്നായിട്ടും അതാണ് അത്ര ഉള്ളു ചായ പുതിയ വർഷം കണ്ട് ഇച്ചിരി നന്നാവാന്നൊക്കെ അങ്ങ് വിചാരിച്ചു ഞാൻ ഇമാർക്ക് പോലും വിശ്വാസമില്ല ഒരാള് നന്നായി പോരെ നാട് നന്നാവുമല്ലോ ഇപ്പൊ ഞാൻ നന്നായില്ലായിരുന്നു ഞാൻ ഇവിടെ നേരെ വന്ന് ഇച്ചായനെ രണ്ടടി അടിച്ച് നിങ്ങള് അടിയായി പ്രശ്നമില്ലേ ഇപ്പൊ ഒരാൾ നന്നായപ്പോ നാട് നന്നായില്ലേ കണ്ടില്ലേ സാധാരണ വാർ വരുമ്പോ ഞാനാണ് ആദ്യം വെള്ളം എടുത്തിട്ട് ഈ കൊല്ലം കാണുമെന്ന് അറിയത്തില്ല എങ്കിലും ഒരു മാസമെങ്കിലും ഇങ്ങനെ നിക്കണമെന്നാണ് വർഷം തുടക്കമല്ലേ ഇച്ചിരി മാന്യമായിട്ട് ഇരിക്കാന്ന് വിചാരിച്ചു അത്രേ ഉള്ളു ജയ അത്രേ ഉള്ളു ഓൾ ദ ബെസ്റ്റ് അല്ല ഹാപ്പി ന്യൂ ഇയർ അല്ല ഹാപ്പി ന്യൂ ഇയർ ഓക്കെ ഓക്കെ കണ്ടാ സാവജ നീ എന്താടാ പറഞ്ഞ നിനക്ക് അടിയാകുന്ന കണ്ടടാ അളി ഇങ്ങനെയൊക്കെ സംസാരിക്കാനും പറ്റും നമുക്ക് മനസ്സിലായോ എന്താ നമ്മളെ പറ്റി കരുതിയേക്കുന്നേ ഓ അയ്യോ എന്തൊരു മാന്യമായിരുന്നല്ലേ ഓ അല്ല എന്റെ നീ എന്റെ ഈ വർഷത്തില് എപ്പോഴെങ്കിലും എന്നെ നീ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ അയ്യോ എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ ഞാൻ അളെ ആ OBS മുഞ്ചിച്ചാ പോലും നമ്മള് മുഞ്ചിക്കൂല പറ സംഭവം കണ്ടുപിടിച്ച് എന്താ 10 സെക്കൻഡ് ലൈവ് റീകണക്ട് ആവുന്നുണ്ട് OBS ബഗ്ഗായി എടാ അപ്പൊ തന്നെ OBS ക്ലോസ് ചെയ്തിട്ടാ പോരാളിയാ
കാര്യം കഴിഞ്ഞില്ലേ? ഇന്നത്തെ ദിവസം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, നന്നാവ് ലെറ്റ് ഇറ്റ് സ്പീക്കാണ്, മനസ്സിലായോ? ഈ സിറ്റിയിലെ എല്ലാ ഗാങ്ങുകാർക്കും എന്നെയാണ് ഇഷ്ടം. അപ്പൊ ഇന്ന് തിരിച്ച് നമ്മൾ സ്നേഹിക്കുക, അതാണ് ഇന്നത്തെ ദിവസം. അതെ, ഇന്നൊരു ശരിക്കും പറഞ്ഞൊരു ജിസ് ജോയ് സിനിമയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് പിള്ളേരെ. അത് ഹാപ്പി എൻഡിങ്, ഹാപ്പി. അയ്യോ, ആ എൻഡിങ് അല്ല, ഓ അല്ല മച്ചു എന്താ